തുളസി അതെടുത്തിട്ട് അതേ എഴുത്തുകാരനെ സുരേഷ് പൊതുവാൾ വച്ചിട്ട് ആക്ഷനാക്കി. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, പ്രേം നസീർ, മധു, സത്യൻ നിന്നതുപോലെ ഇനി ആരും നിൽക്കില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപൊക്കെ വർഷങ്ങളായിട്ട് നിന്നു. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്, ഇപ്പോഴും നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് അത്ര ആരും പോകില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഒരുപാടായി. ഇപ്പോൾ മമ്മൂക്കയും ലാലും ഒക്കെ നിൽക്കുന്ന സമയത്ത് 4-5 ഹീറോസേ ഉള്ളൂ. 50 ഹീറോ മിനിമം എടുക്കാം. ഇപ്പം അത്യാവശ്യം മാർക്കറ്റുള്ളത് തന്നെ ഒരു 30 ഹീറോ എടുക്കാം. 50 ഹീറോസ് നമുക്ക് വിവിധ രീതിയിലുള്ള വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്യിക്കാനുള്ള 50 ഹീറോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു 4-5 വർഷം 10 കൊല്ലമൊക്കെ പോയാൽ വലിയ കാര്യമാണ്. അത് അവർക്കും അറിയാം. അതുകൊണ്ട് അവരും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാക്സിമം വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു സിനിമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ ടീമിനെ ഉപയോഗിച്ച് തന്നെ അടുത്ത സിനിമ മിക്കവാറും അവർ തന്നെ നിർമ്മിക്കും. ആ സമയത്ത് മോഹൻലാലുമായിട്ട് 2-3 പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോളേജ് കുമാരൻ എന്ന ഞാനിട്ട ടൈറ്റിലുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതൊക്കെ ഓക്കെ. പിന്നെ അതിനുശേഷം പിന്നെ സുരേഷ് കുമാർ അതിൽ നിന്ന് പിന്മാറി. പിന്നെ ആ ടൈറ്റിൽ തുളസിദാസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എടുത്തു. അതാണ് തുളസിദാസ് ചെയ്ത കോളേജ് കുമാരൻ. കഥ അതിനെ തന്നെ ഞങ്ങൾ ചെയ്തൊരു ഫാമിലി, കോളേജിനകത്തൊരു ഫാമിലി കളിയും ഒക്കെ ആയിട്ട് നല്ല ഹ്യൂമറായിട്ട് ചെയ്തിരുന്നു. തുളസി അതെടുത്തിട്ട് അതേ എഴുത്തുകാരനെ സുരേഷ് പൊതുവാൾ വച്ചിട്ട് ആക്ഷനാക്കി. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട്. ഈ കോളേജ് കുമാരൻ എന്ന് പേരിട്ട് എങ്ങനെയെന്നറിയാം, കോളേജിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ: പതിവ് പോലെ ഇന്നും കോളേജ് തുറന്നു, കുട്ടികൾ വരാൻ തുടങ്ങി, അധ്യാപകർ വരാൻ തുടങ്ങി, പ്രിൻസിപ്പാൾ എത്തി, ഒരു ബൈക്കിലിതാ ഒരാൾ എന്ന് പറഞ്ഞ് നമ്മൾ മോഹൻലാൽ ബൈക്കിൽ പോകുന്ന കുറേ ഷോട്ടുകൾ. അപ്പോൾ പലരും അയാളെ വിഷയം നമ്മൾ വീണ്ടും വോയിസ് ഓവർ. ഇത് ഈ സ്കൂളിലെ ഈ കോളേജിലെ സ്റ്റുഡൻ്റ് അല്ല, അധ്യാപകനല്ല, പ്രിൻസിപ്പാളുമല്ല, പിയൂണുമല്ല. പിന്നെ ആരാണ്? കട്ട്. ഇവിടെ പെൻസിലും വെച്ച് ഷർട്ടും ലുങ്കിയിട്ട് ചായ. ഇദ്ദേഹത്തിൻ്റെ പേര് കുമാരൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കുട്ടികളെല്ലാം കോളേജ് കുമാരൻ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കോളേജ് കുമാരൻ. പക്ഷേ അതല്ല പുറത്തു വന്നത്. അല്ലല്ല, എൻ്റെ ഷർട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഒരുതരം മെറ്റീരിയലും അതുപോലത്തെ ഒരു കൈയിറക്കവും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിരുന്നു ആ പൂട്ടനിൽ ചെയ്തിരുന്നത്. ഈ നേരത്തെ ഡയറക്ടർ കെ മധു അദ്ദേഹവും അത്തരം ഷർട്ടുകളായിരുന്നു. അപ്പോൾ പലപ്പോഴും പല പരിപാടിക്കും ഒരുമിച്ച് ഞങ്ങൾ ഒരേപോലത്തെ ഷർട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് മധുവണ്ണം പറയും, രാജസേനൻ എവിടെ നിന്നാണ് ഷർട്ട് എടുക്കുന്നതെന്ന് പറയണേ, ഞാൻ ഇനി അവിടെ പോയി എടുക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പാർത്താസിന്നാണ്. അയ്യോ, ഈ നമ്മൾ ഒരേപോലത്തെ ഒരുപാട് ഷർട്ട് നോക്കണ്ട, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ മാറണം പറഞ്ഞു. ഞാൻ പറയുമെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേറൊരു പാറ്റേൺ ഷർട്ടായി. അത് മധുവണ്ണം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ നമുക്കൊരു ഇത് മൊണോട്ടണി വരുമല്ലോ. ഈ അയലത്തെ അദ്ദേഹത്തിലും ജയറാമിന് കൊടുത്തിരിക്കുന്ന ഷർട്ട് അല്ല, പക്ഷേ ഒരു ടിപ്പിക്കൽ മെറ്റീരിയലും ഒക്കെ. അത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, രാധാകൃഷ്ണൻ. എൻ്റെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങാണ് ജയറാമിനതിൽ